വിഴിഞ്ഞം തുറമുഖം മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ്. VISL ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു. സാമ്പത്തിക ലാഭത്തിനായി VISLന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി എന്നതാണ് FIR. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. തട്ടിപ്പിനായി VISLന്റെ പേരിൽ വ്യാജ കരാർ രേഖയുണ്ടാക്കിയെന്നും ഇതിനു പിന്നിൽ വൻ തട്ടിപ്പ് സംഘമുണ്ട് എന്നതുമാണ് പോലീസ് സംശയിക്കുന്നത്. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വലിയ തട്ടിപ്പാണ്, 300 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിന് നമ്മളുടെയൊക്കെ പ്രതീക്ഷയായ വിഴിഞ്ഞം തുറമുഖം മറയാക്കിയിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 300 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് കരാർ ലഭിച്ചു എന്ന് വിശ്വസിപ്പിച്ചാണ് ഈ തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നിരവധി ആളുകളിൽ നിന്ന് പണം തെറ്റിയ വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കൊച്ചി സ്വദേശിനിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. അതായത് ഇവരുടെ പെരുമാറ്റത്തിൽ, ഈ യുവതിയുടെ പെരുമാറ്റത്തിൽ വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നുകയായിരുന്നു. ഈ ആഗോള സമ്മിറ്റ് ഉണ്ട്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിന്, അങ്ങനെയുള്ള ആ കമ്പനിയുടെ ആളുകൾ വിളിച്ച യോഗത്തിന് എന്ന് പറഞ്ഞ് 2 തവണയിൽ കൂടുതൽ ഇവർ വീട്ടിൽ നിന്ന് പോയിരുന്നു. പിന്നീട് ഇവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ വീട്ടുകാർ ഇവരുടെ ഫോൺ പരിശോധിക്കുകയും ഇതിൽ നിന്ന് വിസിലിന്റെ വ്യാജരേഖ കണ്ടെത്തുകയും ചെയ്തു. ഇത് ദിവ്യ ചുമതല ഉണ്ടായിരുന്നപ്പോൾ അവരുടെ പേരും വ്യാജമായ സീലും ഒക്കെ പതിച്ച തരത്തിലാണ് ഈ രേഖ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രേഖ ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. ഇതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ രേഖ കണ്ടെത്തിയതോടുകൂടി ബന്ധുക്കൾ വിസിലിന്റെ അധികൃതരെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സമൂഹത്തിൽ സമ്പന്നരായ, അതിൽ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെ വലയിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നതെന്ന വിവരം ഇവർക്ക് മനസ്സിലാകുന്നത്. ഒരു ചലച്ചിത്ര നടി ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിന്റെ വലയിൽപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസ് എന്ന ആളാണ് ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. തമ്പാനൂർ പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വലിയ ഗൗരവമുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, അത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയായി ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖം മാറുമ്പോഴാണ് ആ തുറമുഖത്തിന്റെ പേരിൽ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ കാര്യം FIR-ൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വലിയ സമ്പന്ന കുടുംബങ്ങളിലെ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇവർ തട്ടിപ്പിന് കളമൊരുക്കിയത്. അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകളെ വലിയ തോതിൽ ഈ തട്ടിപ്പിലേക്ക് കൊണ്ടുവന്നു എന്നതുകൂടി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഈ തട്ടിപ്പിന്റെ സ്വഭാവം ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ വിനോദ്? എന്ത് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ തട്ടിപ്പിനെ ഇവർ ആസൂത്രണം നടത്തിയത്? സോഷ്യൽ മീഡിയ ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഒരു പ്രബലമാക്കിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ തട്ടിപ്പിന്റെ ഒരു ശൃംഖല ഇവർ രൂപീകരിച്ചത്. അത് ഫേസ്ബുക്കിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 300 കോടി രൂപയുടെ കരാർ ലഭിച്ചു. വലിയ 300 കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അതിനേക്കാൾ വലിയ തുകയുടെ കരാർ ഇവർക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള ഒരു രേഖ ഉണ്ടാക്കുന്നു. പല രേഖകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇരകൾക്ക് അയച്ചു കൊടുക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇവരുടെ വിശ്വാസം നേടിയെടുക്കുകയാണ്. പിന്നാലെയാണ് ഈ പണം വാങ്ങുന്നത്. പലരിൽ നിന്നായി പണം വാങ്ങുകയും പിന്നീട് ഇവരെ കുറിച്ച് യാതൊരു വിവരം ഉണ്ടാകാതെ ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകളാണ്, അതിസമ്പന്നമായ കുടുംബങ്ങളിലെ സ്ത്രീകൾ അല്ലെങ്കിൽ വലിയ പ്രൊഫഷണലുകൾ, ചലച്ചിത്ര താരം, ഒരു തെന്നിന്ത്യൻ നടി ഉൾപ്പെടെ ഇവരുടെ വലയിൽ വീണു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ തരത്തിൽ സോഷ്യൽ മീഡിയയാണ് ഇതിനൊരു ഈ ശൃംഖല തട്ടിപ്പിന് വഴിയാക്കിയത്. അതുവഴി കൂടുതൽ പണം സമാഹരിക്കുകയും പിന്നീട് ഇവർ ഈ തട്ടിപ്പാണെന്ന് മനസ്സിലാകുമ്പോൾ ഒരുപക്ഷെ ഈ സ്ത്രീകൾ പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശാരീരികമായി പോലും ലൈംഗികമായി പോലും പലരെയും ചൂഷണം ചെയ്തു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതേക്കുറിച്ചെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാകുന്നതോടുകൂടി തന്നെ ഇവർ പലരും മാനസികമായി തകരുന്ന നിലയിലേക്ക് പോയി. അങ്ങനെയാണ് ഈ കൊച്ചി സ്വദേശിനിയുടെ ബന്ധുക്കൾ ഇവരുടെ ഫോൺ പരിശോധിച്ചത്. ആ ഘട്ടത്തിലാണ് വിസിലിന്റെ പേരിലുള്ള ഈ വ്യാജ രേഖ കണ്ടെത്തുന്നത് ഫോണിൽ നിന്ന്. തുടർന്ന് വിസിൽ അധികൃതരെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. വിസിൽ അധികൃതർ പോലീസിന് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ FIR
രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിപുലമായ രീതിയിൽ ഒരു തട്ടിപ്പ് നടന്നു. അത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് എന്നത് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. വിദേശത്തു നിന്നടക്കം ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നതാണ് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടിച്ച മറ്റൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് അത് US-ഉം ഇന്ത്യയുമായി ചേർന്നുള്ള ചില ആയുധ കരാറുകൾ അതിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന വലിയ 300 കോടി രൂപയിലധികം തട്ടിപ്പ് നടന്നു എന്ന അതും ഈ തരത്തിൽ തന്നെയാണ്. വിപുലമായ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്ന ചില വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. രേണുക, എന്തായാലും വൻ സംഘം ഇതിന് പിന്നിലുണ്ട് എന്നതാണ് വരുന്ന വിവരങ്ങൾ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിൽ വ്യാജ കരാർ രേഖയുണ്ടാക്കിയാണ് ഈ തട്ടിപ്പിനുള്ള ശ്രമങ്ങൾ നടന്നത്. വൻ തട്ടിപ്പ് സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത്. തട്ടിപ്പിനിരയായ ആളുടെ സഹോദരൻ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. എന്നെ കേൾക്കാമോ? കേൾക്കാം. എന്താണ് നിങ്ങളുടെ അനുഭവം? എന്താണ്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘം നിങ്ങളിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അവരുടെ വലയിൽ അകപ്പെട്ടത്? ഇത് ഒരു ഓൺലൈൻ മീഡിയയിലൂടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പരിചയപ്പെട്ട് തട്ടിപ്പിനിരയായ ആളെ കുറെ കാലങ്ങളായി ഫോളോ ചെയ്ത് ആളുടെ എല്ലാ വെയർബിൾസും പഠിച്ചതിന് ശേഷം ഇയാൾ പല ഐഡന്റിറ്റി ഉണ്ടാക്കി, ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് ഇവരുടെ ഏതൊക്കെയോ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുകയും അതിലൂടെ പൈസ ലൂട്ട് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. വലിയ വാഗ്ദാനങ്ങളായിരുന്നോ ഇതിനായി പറഞ്ഞത്? അതോ ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ സർക്കാരിന്റെ സംവിധാനം എന്ന വിശ്വാസ്യതയിൽ അതിൽ വീണുപോവുകയായിരുന്നു? കാരണം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്ക് ഇയാളെ കുറിച്ച് കൃത്യമായ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ ആദ്യം തയ്യാറായില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്തുന്നുള്ള പേടിയിലായിരിക്കാം ഇത്തരം ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു ബിസിനസ് എന്ന് മാത്രമേ നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾക്ക് മനസ്സിലായത്, ഈ ഒരു ഡോക്യുമെന്റ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് ഇതിന്റെ കാരണമെന്ന്. അങ്ങനെ നമ്മൾ ഈ ഡോക്യുമെന്റിന്റെ ഒതന്റിസിറ്റി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിഴിഞ്ഞം ബോർഡായിട്ട് ബന്ധപ്പെട്ട് അവിടെ CBS മാഡമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു രേഖയില്ലെന്നും ഇതൊരു വ്യാജ ഒപ്പും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള രേഖയാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഇയാൾക്കെതിരെ. എത്ര നാളായപ്പോൾ ഈ തട്ടിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എത്ര നാളായി? കാരണം ഈ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഫെബ്രുവരി മാർച്ച് സമയത്താണ്. കാരണം ആ സമയത്താണ് ഈ പൈസ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നീട് നമ്മൾ മാർച്ച് സമയത്താണ് നമ്മൾ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നമ്മളുടെ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ തുടങ്ങി. നിങ്ങൾക്ക് എത്ര തുക നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഏകദേശം ഒരു 20 ലക്ഷത്തിൽ താഴെ രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഈ സൽമാൻ ഫാരിസ് എന്ന ആളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ഈ സൽമാൻ ഫാരിസിന് ഈ പൈസ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോ പറയുന്നത് റയാൻ ബിൻ അഹമ്മദ് എന്ന ആള് പറഞ്ഞിട്ടാണ് അയാളുടെ സുഹൃത്ത് എന്ന് പരിചയപ്പെടുത്തിയ സൽമാൻ ഫാരിസിലേക്ക് ഈ പൈസ അയച്ചു കൊടുക്കുന്നതാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് രണ്ടും ഒരാൾ തന്നെയാണ്. കാരണം ഈ റയാൻ ബിൻ അഹമ്മദ് എന്ന് പറഞ്ഞ ആളും എന്റെ സഹോദരിയും ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ അതിലൂടെയാണ് ഇയാള് ഇതിലേക്ക് വന്നത്. പിന്നീട് സൽമാൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും അവര് പല ബിസിനസ് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റയാൻ എന്ന വ്യക്തി യഥാർത്ഥത്തിലുണ്ട്. റയാൻ എന്ന അതൊരു AI ചിത്രീകരണം മാത്രമാണ്. അങ്ങനെ ഒരാളില്ല. കാരണം റയാൻ എന്ന ആള് ശരിയായ പേര് സൽമാൻ ഫാരിസ് എന്ന് പറഞ്ഞ ഒരു മലപ്പുറം അരീക്കോട് സ്വദേശിയാണ്. അയാൾക്ക് ഭാര്യയും ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അല്ലേ? അത് കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പോലെ തന്നെ സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അവര് തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ തയ്യാറാവണം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
കാരണം ഇതിനെ ഒരു തെന്നിന്ത്യൻ നടിയുടെ കാര്യം പറഞ്ഞല്ലോ, അവര് ഇത്തരം സമാനമായ ഓരോ വാഗ്ദാനങ്ങളിൽ പെട്ടിട്ട് ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് അവര് തട്ടിപ്പിനിരയായ സ്ത്രീയാണ് അവര്. അപ്പോ അവരും മീഡിയയിൽ വരാൻ തയ്യാറായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോ സൂചിപ്പിച്ചുവല്ലോ, ഏതാണ്ട് 27 ലക്ഷത്തിനടുത്ത് അവരൊരു പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അരീക്കോട്